ശ്രീ സന്ദീപ് വാര്യർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ആമുഖമായിട്ടൊരു കാര്യം പറയാനുള്ളത്, UDF-ൻ്റെ കൺവീനർ പറഞ്ഞത് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ ഇവിടെ കൊടുത്തൊരു ഷോളെന്ന് പറയുന്നത് അദ്ദേഹം KPCC-യുടെ വക്താവായതിന് നൽകിയ സ്വീകരണമാണ് എന്ന് ആമുഖമായിട്ട് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കാം. വളരെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. ഒരുപാട് വർഷക്കാലം അദ്ദേഹം പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തെറ്റായ നയങ്ങൾ, പാർട്ടി തന്നെ മുമ്പ് തെറ്റായ നയങ്ങളിലൂടെയാണ് സഞ്ചരിച്ചിരുന്നെങ്കിലും ഇന്ന് തെറ്റിൽ നിന്നും തെറ്റിലേക്ക് സഞ്ചരിക്കും. അത് ഉൾക്കൊള്ളാൻ കഴിയാതെ എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആ സ്നേഹത്തിൻ്റെ കടയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് അദ്ദേഹം കടന്നു വരുന്നത്. ഇവിടെ കഴിഞ്ഞ തവണ നിങ്ങളൊക്കെ വോട്ട് ചെയ്ത ഡോക്ടർ സരീൻ ഇടതുപക്ഷത്തിൻ്റെ കുപ്പായമണിഞ്ഞ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കടന്നു വന്നത് തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു ഊർജം പകർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രചരണങ്ങൾ അന്ന് UDF-ൻ്റെ വിജയം അരക്കിട്ടുറപ്പിക്കുന്നത് കാര്യമായി പങ്കുവഹിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൈകുന്നേരത്തെ ചാനൽ ചർച്ചകൾ, ശ്രീ സന്ദീപ് വാര്യർ കൂടെ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ BJP-യുടെ ചില നേതാക്കന്മാരുടെ ചില വാക്കുകൾ ഞാൻ കേൾക്കുകയുണ്ടായി. അതിൻ്റെ സൂചനയാണ് ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞത്. അതായത്, നിങ്ങൾ ഇത്രയും വർഷം ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് നിങ്ങൾ ആ പ്രസ്ഥാനത്തിനെ തള്ളിക്കളഞ്ഞത് നിങ്ങൾ ജനങ്ങളോട് ചെയ്ത തെറ്റല്ലേ എന്ന് ചില BJP നേതാക്കന്മാർ ചോദിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ പാർട്ടിയുടെ പഴയ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അവലോകനം നടത്തിയിട്ടുണ്ട്? ഇപ്പം ഞാനും നിങ്ങളൊക്കെ എല്ലാ കാലത്തും BJP-യുടെയും അതിനു മുമ്പ് ജനസംഘത്തിൻ്റെയൊക്കെ നയങ്ങൾ എതിർത്തവർ. ഞാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ വാജ്പേയിയുടെ കാലഘട്ടത്തിലും അംഗമായിരുന്നു, മോഡിയുടെ കാലഘട്ടത്തിലും അംഗമായിരുന്നു. രണ്ടു കൂട്ടരും RSS നയങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയത് എങ്കിലും വാജ്പേയിക്കും അഡ്വാനിക്കും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് മറ്റൊന്നല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, RSS നയങ്ങളിൽ വിശ്വസിക്കുമ്പോൾ തന്നെ മറ്റ് മതങ്ങളും ഈ രാജ്യത്തുണ്ട്, അവരെ കൂടെ സഹകരിപ്പിച്ചാലേ രാജ്യം മുന്നോട്ട് പോകൂ എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായി. അതിൻ്റെ ഏറ്റവും പ്രകടമായൊരു ഉദാഹരണമായിരുന്നു ഗുജറാത്ത് കലാപം നടന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന മോഡിക്കെതിരെ വാജ്പേയി സ്വീകരിച്ച നയം ഈ മോഡി മോഡലാണ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ ഒരിക്കലും ഇവിടെ സുരക്ഷിതരായിരിക്കില്ല. അവർക്ക് രാജ്യത്തിനോടുള്ള കൂറ് തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് മോഡിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റണമെന്നാവശ്യപ്പെടാൻ ശ്രീ വാജ്പേയി എന്നതാണ്. പക്ഷെ അന്ന് സഹായിച്ചത് അഡ്വാനിയെ. പക്ഷേ അഡ്വാനിക്കിട്ട് ആദ്യം പണിതുകൊണ്ടാണ് മോഡി പ്രധാനമന്ത്രിയായിട്ട്. ഞാൻ ഇത് പറയുമ്പോൾ ഗുജറാത്ത് കലാപത്തിനെ തുടർന്ന് അന്ന് കോൺഗ്രസ് പാർലമെന്റിൽ അവതരിപ്പിച്ച ഏതാണ്ട് അഡ്ജേൺമെന്റ് മോഷൻ, ഏതാണ്ട് നമ്മുടെ വിശ്വാസത്തിന് തുല്യമാണ് അഡ്ജേൺമെന്റ് മോഷൻ. കാരണം ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് സഭ പിരിയുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അഡ്ജേൺമെന്റ് മോഷൻ അവതരിപ്പിക്കുന്നത് 2002 ഏപ്രിൽ 30 അന്ന് കാലത്ത് 11 മണിക്ക് ആരംഭിച്ച ചർച്ച അവസാനിക്കുന്നത് പിറ്റേ ദിവസം പുലർച്ചെ 4 മണിക്കാണ്. 4 മണിക്കാണ് പ്രമേയം വോട്ടിനിടുന്നത്. അന്ന് പ്രമേയത്തിൻ്റെ ചർച്ച ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നത് വരെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന ശ്രീ വാജ്പേയി ഒരു തവണ പോലും ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല.
മണിക്കൂറുകൾ നീണ്ടുനിന്ന ചർച്ചയെ വാശിയെ വീറും വാശിയോടുകൂടെ രണ്ടു ഭാഗത്തും ഏതാണ്ട് യുദ്ധസമാനമായിട്ടൊരു അന്തരീക്ഷം സഭയ്ക്കകത്ത്. ആ സമയത്തൊക്കെ ഈ സംഭവത്തിലുള്ള നിരാശ പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ ശ്രീ വാജ്പേയി പ്രധാനമന്ത്രിയുടെ സീറ്റിൽ തല കുമ്പിട്ടിരുന്ന രംഗം ഞാനിപ്പോഴും. അപ്പൊ സ്വന്തം പാർട്ടി ചെയ്യുന്ന തെറ്റുകളിൽ അദ്ദേഹത്തിന് മനം നൊന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇരുന്നത്. മാത്രമല്ല ആ ചർച്ചയുടെ മറുപടി പുലർച്ചെ 3:30 ചർച്ച അവസാനിക്കുന്നു, 4 മണിക്കാണ് വോട്ടിംഗ് നടക്കുന്നത്. അപ്പൊ 3:30 ഈ ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് ശ്രീ ഫിറോസും വേദിയിലേക്ക് വരിക. അദ്ദേഹത്തിന് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തു. അപ്പൊ 3:30 നടന്ന അത്രയും മണിക്കൂറുകൾ നീണ്ടു നിന്ന ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ സാധാരണ വാജ്പേയിയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും തമാശ കലർത്തിയുടെ പ്രസംഗമായിരുന്നു. സീരിയസ് ആയിട്ടാണ് പറയുന്നതെങ്കിലും ഇതൊക്കെ ഒരുപാട് തമാശകളുണ്ട്. പക്ഷെ അന്ന് ഒട്ടും തമാശ പറയാം. തന്റെ ദുഃഖങ്ങൾ മുഴുവൻ തനിക്ക് മറച്ചു വയ്ക്കാൻ കഴിയാതെ അദ്ദേഹം സഭയിൽ മറുപടി പറഞ്ഞ രംഗം ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ 99 ശ്രീമതി സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവായി വന്ന സമയത്ത് ആദ്യ സമ്മേളനത്തിൽ അന്നൊരു ബില്ലിന് മറുപടി പറയുമ്പോൾ അന്ന് വാജ്പേയിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് അഡ്വാനിയാണ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത്. അന്ന് സോണിയാഗാന്ധിയുടെ കന്നി പ്രസംഗമായി. സ്വാഭാവികമായിട്ടും അവർ പാർലമെന്റിലേക്ക് ആദ്യമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചില പോയിന്റ്സുകൾ അവർ നോക്കി വായിക്കുകയുണ്ടായി. അപ്പോൾ അവർ BJPയുടെ അംഗം അദ്ദേഹം പറഞ്ഞു, പാർലമെന്റിൽ റിട്ടൺ സ്റ്റേറ്റ്മെന്റുകളൊന്നും റിട്ടൺ വായിക്കാൻ പാടില്ല. പാർലമെന്റിൽ സ്വയം പ്രസംഗിക്കണം, അല്ലാതെ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ പാടില്ല. അതിനുശേഷം മറ്റൊന്നും കൂടെ അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇറ്റലിയിൽ സംസാരിക്കണം. അന്ന് ശ്രീ രാജേഷ് പൈലറ്റ് ചാടി എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു, അഡ്വാനിജി നിങ്ങളുടെ മെമ്പർമാര് മര്യാദക്കിരുത്തണം. സെക്കൻഡുകൾക്കുള്ളിൽ അഡ്വാനി എഴുന്നേറ്റ് സോണിയാഗാന്ധിയോട് മാപ്പ് ചോദിച്ച രംഗം ഞാൻ ഓർക്കുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് മോഡിയിലേക്ക് എത്തിയപ്പോൾ, അമിത്ഷായിലേക്ക് എത്തിയപ്പോൾ എന്ന് നെഹ്റുവിനെ പോലും ചീത്ത വിളിക്കുന്ന ഒരു സംസ്കാരം ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയത് ശ്രീ നരേന്ദ്രമോദിയും അമിത്ഷായും. അപ്പൊ അത്രയും വ്യത്യാസങ്ങൾ വന്നപ്പോ ഇവിടെ മറ്റൊരു സമുദായക്കാരുമില്ല എന്നുള്ള രീതിയിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനങ്ങളും രാഷ്ട്രശില്പിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും ആ പ്രസ്ഥാനവുമായി യോജിച്ചു പോകാൻ ശ്രീ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലപാട് മാറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ശരി എന്നുള്ള പക്ഷത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അതുകൊണ്ട് BJPക്കാർ അങ്ങനെ കടന്നിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. മാത്രമല്ല ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയെക്കുറിച്ച് ഞാനൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. ഈ ഹരിയാന ജയിച്ചു, മഹാരാഷ്ട്ര ജയിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ കേരളത്തിൽ കടന്ന് തുള്ളുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത് 14 ജില്ലയാണ് എല്ലാവർക്കും ഉള്ളത്, ഇവർക്ക് മാത്രം ഇപ്പോൾ 30 ജില്ലയാണ്. ഈ 30 ജില്ലയിൽ പോലും തമ്മിലടിയാണ്. പ്രസിഡന്റ് എന്നിട്ടും തമ്മിലടി തീരുന്നില്ല. ഇവിടെ ആകെ 5ഓ 6ഓ പഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റി ആകെ ഭരിക്കുന്നു എന്ന പാർട്ടിയാണ് 30 ജില്ലകൾ ഉണ്ടാക്കിയിട്ട് പോലും തർക്കം തീരാത്ത അവസ്ഥ എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പാർട്ടി ഈ സന്ദീപ് വാര്യർ ഒരാൾ പാർട്ടി മാറി എന്ന് പറയുമ്പോൾ അത് കൂറുമാറ്റം കാലുമാറ്റം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവിടെ നേരത്തെ സാധപ്രാസംഗ്യൻ തന്നെ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ ആൾക്കാരൊക്കെ പോകുമ്പോൾ നല്ല സ്വീകരണമാണ്, അതെന്താ കാലുമാറ്റം? അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ അതിലിത്ര സങ്കടപ്പെടാനെന്താ? പക്ഷെ എനിക്കൊരു അത്ഭുതം തോന്നിയത് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നപ്പോൾ BJPനേക്കാൾ പ്രയാസം മാർക്സിസ്റ്റ് പാർട്ടിക്കായി. അന്ന് കൂട്ടക്കരച്ചിലുണ്ടായത് AKG സെന്ററിലാണ്, അല്ലാണ്ട് മാരാർജി ഭവനിലല്ല കൂട്ടക്കരച്ചിലുണ്ടായത്. ഇപ്പോ ഏതാണ്ട് ഇവർ തമ്മിലൊരു ബന്ധം കേരളത്തിൽ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും. മിനിഞ്ഞാന്ന് റിപ്പബ്ലിക് ഡേക്കുള്ള ഗവർണറുടെ പ്രസംഗം കേട്ടപ്പോൾ
അദ്ദേഹം ഗാന്ധിജിനെയും നെഹ്റുവിനെയും കുറിച്ചൊന്നും പറഞ്ഞായിട്ട് കേട്ടില്ല. ആകെ പറഞ്ഞത് പിണറായി വിജയനാണ് ഇന്ത്യയിലെ വികസന നായകൻ. അപ്പൊ ഞാൻ വിചാരിച്ചു റിപ്പബ്ലിക് ഡേയുടെ പ്രസംഗം ഇതിനാണോ എന്ന് പോലും ഞാൻ അത്ഭുതപ്പെടുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ വികസനം. എന്ത് വികസനം നടക്കുന്നത്? അത് മാത്രമല്ല, ഗവർണറെ കാണാൻ കുടുംബസമേതം മുഖ്യമന്ത്രി പോകുന്നു. അവിടെ ചെന്ന് കാപ്പി പിടിച്ചതിന് ശേഷം ഗവർണർ പറയാണ് മോർണിംഗ് വാക്കിന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം, വേറെ മോർണിംഗ് വാക്കിന് സ്ഥലമൊന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇയാൾ രാജേന്ദ്ര അലേക്കർ വന്നപ്പോ എല്ലാവരും വിചാരിച്ചെന്താ, എല്ലാ പാർട്ടിയിലും പോയിട്ട് BJPയിൽ എത്തിയ ആളാണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങനെ പോരാടുമ്പോ ഒരു പക്ക RSSകാരനായിട്ടുള്ള രാജേന്ദ്ര അലേക്കർ വന്നാൽ ഇതിലും രൂക്ഷമായിരിക്കുന്നതാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ വന്നപ്പോ നേരെ തിരിച്ചാണ്. ഇപ്പൊ നയപ്രഖ്യാപനം വഹിച്ചു ഗവർണർ. ആ നയപ്രഖ്യാപനത്തിൽ ഇപ്പൊ CPM-മാര് പറയുന്നത് ഗവൺമെന്റ് എഴുതി കൊടുത്ത് എല്ലാം വായിച്ചു. അതിൽ കേന്ദ്ര സർക്കാരിനെതിരെ ചില പരാമർശങ്ങളും അദ്ദേഹം വായിക്കാതെ വിട്ടില്ല, അതും വായിച്ചു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ നയപ്രഖ്യാപനം സർക്കാർ എഴുതി കൊടുത്ത നയപ്രഖ്യാപനത്തിൽ ഒന്നും തന്നെ കേന്ദ്രത്തിനെതിരായിട്ട് അത്ര വലിയ വിമർശനമൊന്നും ഉണ്ടായിരുന്നില്ല. കേന്ദ്രം ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാചകവും ഇതിലുണ്ടായിരുന്നില്ല. പിന്നെന്താ, ഞങ്ങൾക്ക് കിട്ടേണ്ട കാശ് തരുന്നില്ല, അത് മാത്രമേ പരാതി. അത് വായിക്കാൻ ഗവർണർക്ക് ഒട്ടും പ്രയാസം ഉണ്ടായില്ല. അപ്പൊ നയപ്രഖ്യാപനത്തിൽ പോലും ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധങ്ങളാണ്. ഇപ്പൊ ഗോവിന്ദ മാഷ് പറയുന്നത് ഇങ്ങനെ വേണം ഗവർണറിനാണ്. അതായത് ഞങ്ങൾ എഴുതി കൊടുത്ത് എല്ലാം വായിച്ചു. ഇപ്പോ ഇന്ന് മറ്റൊരു ബന്ധവും കൂടെ പുറത്തു വന്നല്ലോ. ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട്ടിലെ അവരെ നിയോജക മണ്ഡലത്തിൽ വന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ട രാധ എന്ന പാവം തൊഴിലാളിയുടെ വീട് സന്ദർശിച്ച് അവരുടെ ഭർത്താവിനെ കുടുംബാംഗങ്ങൾ ആശ്വസിപ്പിക്കാനെന്ന് വന്നു. ഇന്ന് അവർക്ക് നേരെ കരിങ്കൊടി കാണിച്ചു ഒരു പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി. ജനസംഘം പോലും കരിങ്കൊടി കാണിച്ചു. ഞാൻ ചോദിക്കട്ടെ, പ്രിയങ്ക ഗാന്ധി അവിടെ വരാൻ താമസിച്ചു എന്ന് പറയുന്നല്ലോ. എന്തുകൊണ്ടാണ് 2 ദിവസം താമസിക്കാൻ കാരണം? ഇന്നലെ സംയുക്ത പാർലമെന്ററി യോഗം ചേരുകയാണ്. എന്തിനാ? വഖഫ് ഭൂമിയിൽ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന വഖഫ് ഭേദഗതി ബില്ല് ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്നലെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി JPC കൂടുകയാണ് ഇന്നലെ. ആ കമ്മിറ്റിയിൽ അംഗമല്ലേ പ്രിയങ്ക ഗാന്ധി? ആ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്നാൽ ഇതേ മാർക്സിസ്റ്റുകാരൻ എന്താ പറയുക? കണ്ടോ, മുസ്ലിങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുന്ന ആ ചർച്ച വന്നപ്പോ പ്രിയങ്ക ഗാന്ധി ഡൽഹിയിൽ നിന്ന് മുങ്ങി എന്ന് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരമാണ് ജോയിന്റ് പാർലമെന്ററി പാർട്ടി സമാപിക്കുന്നത്. ഇന്നലെ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള യോഗമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഏതാണ്ട് 42ഓളം ഭേദഗതികൾ ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ അവതരിപ്പിക്കാൻ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ MP-മാരെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അവിടുന്ന് പ്രിയങ്ക ഗാന്ധിക്ക് മാറി നിൽക്കാൻ കഴിയും? ഏതായാലും ഒരു കാര്യം വ്യക്തമല്ലേ, ഇവിടെ ഒരു പാവപ്പെട്ട സ്ത്രീനെ കടുവ പിടിച്ചപ്പോ അവരവിടെ പാട്ട് പാടിയിട്ടൊന്നുമില്ലല്ലോ. ഡൽഹിയിൽ അവര് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ അറ്റൻഡ് ചെയ്യാ. ആ നേരത്തെ ഇവിടുത്തെ മന്ത്രി എന്താ ചെയ്തേ? വനം മന്ത്രി. ഇവിടുത്തെ വനം മന്ത്രി കോഴിക്കോട് ഏതോ ചടങ്ങിൽ പോയിട്ട് ഹിന്ദി പാട്ട് പാടി. എനിക്കൊരു സംശയം എന്താ അറിയോ, ഈ മന്ത്രിയുടെ ഹിന്ദി പാട്ട് കേട്ടിട്ട് കടുവ ആത്മഹത്യ ചെയ്താണോ എന്ന് പോലും സംശയം. കാരണം ഇത്രയേറെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു പാവം സ്ത്രീയെ ഒരു വന്യമൃഗം ആക്രമിച്ചിട്ട് ആ നേരത്തെ എങ്ങനെയാ പാട്ട് പാടാൻ കഴിയും? അതുപോലെ തന്നെയല്ലേ കഴിഞ്ഞ ദിവസം നിലമ്പൂരിലുണ്ടായതെന്താ? ഒരാദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊണ്ടു. അതിനാണല്ലോ MLA ആയിരുന്ന അൻവർ അവിടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജാഥ നയിച്ചു. അവസാനം എന്താ ഉണ്ടായത്? അൻവറിനെ രാത്രി മുഴുവൻ ജയിലിലിട്ടു. ഞാൻ ചോദിക്കട്ടെ, അൻവറാണോ ആനേനെ അങ്ങോട്ട് അയച്ചു? ഒരാളൊരു ആദിവാസി യുവാവിനെ ചവിട്ടിക്കൊല്ലുമ്പോ സ്ഥലം MLAക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ആനയെ തടയാനുള്ള മാർഗങ്ങൾ നിങ്ങൾ അവലംബിക്കുന്നില്ല? എന്തുകൊണ്ട് ആ ആനയെ പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നില്ല? അപ്പൊ അതിന് ഫിറോസിനെ
അൻവറിനെ അറസ്റ്റ് ചെയ്തു, ഒരു ദിവസം മുഴുവൻ ജയിലിൽ പാർപ്പിച്ചു. ഇന്നിപ്പോ വയനാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തില്ല. വയനാട്ടിൽ മാത്രമല്ല, എവിടെയൊക്കെ കാടുണ്ടോ അവിടെയൊക്കെ ആനയും കടുവയും ഇറങ്ങുകയാണ്. കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വിചാരിച്ചത് ഞങ്ങളെക്കാൾ ദുഷ്ടന്മാർ കേരളത്തിൽ ഭരിക്കുമ്പോൾ ഞങ്ങൾ മാത്രം എന്തിനാണ് കാട്ടിൽ കഴിയുന്നത്, ഒരുപക്ഷെ കടുവയ്ക്ക് ആനയ്ക്കും തോന്നിക്കാണും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഇത് തടയാൻ സംസ്ഥാനത്തിന് കഴിയുന്നില്ല? അവരിപ്പോ പറയുന്നൊരു കാരണമുണ്ട്. 972 വന്യജീവി സംരക്ഷണ നിയമം പാസ്സാക്കിയതാണ്. ആ നിയമം അനുസരിച്ച് വന്യമൃഗങ്ങളെ ദ്രോഹിക്കാൻ പാടില്ല. ഈ നിയമം ഉണ്ടാക്കിയത് 72. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ ഭരണഘടന തന്നെ എത്ര തവണ ഭേദഗതി? ഇതിപ്പോ വഖഫ് നിയമത്തിൽ നിങ്ങൾ ഭരണഘടനയല്ലേ ഭേദഗതി ചെയ്യാൻ പോകുന്നു? നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനാണോ വന്യജീവി സംരക്ഷണം ഭേദഗതി ചെയ്യാൻ കഴിയാത്തത്? അന്ന് ഇത് കൊണ്ടുവന്ന കാലത്തെ അവസ്ഥ എന്താ? 72 അന്ന് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്ന കാല, വന്യമൃഗങ്ങൾ ചത്തൊടുങ്ങുന്ന കാലം. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് പെറ്റി പെരുകുക. പണ്ട് പുരാണങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ, രാജാക്കന്മാരെന്തിനാ നായാട്ടം ഇറങ്ങിയിരുന്നതിന്? മൃഗങ്ങളെ വെറുതെ കൊല്ലാനല്ല ഇറങ്ങിയത്. ജനങ്ങൾക്ക്, നാട്ടിലെ ജനങ്ങൾക്ക് ദ്രോഹകരമാവുന്ന കാലഘട്ടങ്ങളിൽ പുരാണങ്ങളിലൊക്കെ രാജാക്കന്മാർ നായാട്ടിനിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നായാട്ടിന് പോയപ്പോഴാണല്ലോ മണികണ്ഠനെ കിട്ടിയത്, പന്തളം രാജാവിന്. അതും എന്തിനാ പോയത്? കൃഷി നശിപ്പിക്കാൻ വന്യമൃഗങ്ങൾ ഇറങ്ങിയപ്പോഴാണ് പന്തളം രാജാവ് വേട്ടയ്ക്ക് പോകുന്നത്, അല്ലാതെ വെറുതെ മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ പുരാണങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്യജീവികൾ പെറ്റുപെരുകുമ്പോൾ, ഇപ്പൊ ഞാൻ തന്നെ ലോക്സഭയിൽ, കഴിഞ്ഞ ലോക്സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്, ശ്രീ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നെ ഈ നിയമം ഭേദഗതി ചെയ്യാനുള്ള ഒരാലോചനയും കേന്ദ്ര സർക്കാരിനില്ല. അപ്പൊ ഇവിടെ എന്താണ് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ, സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എത്ര തവണ പ്രധാനമന്ത്രിയെ കണ്ടു? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, പ്രധാനമന്ത്രിയെ കണ്ട ഏതെങ്കിലും ദിവസം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം എന്ന് പിണറായി ആവശ്യപ്പെട്ടു? അദ്ദേഹം പറഞ്ഞ എന്താ അറിയില്ല, സിൽവർ ലൈനിന് പെർമിഷൻ തരണം. എല്ലാ തവണ പ്രധാനമന്ത്രിയെ കാണുമ്പോഴും സിൽവർ ലൈൻ എന്ന് പറയുന്നതല്ലാതെ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം എന്ന് ഇതുവരെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇപ്പൊ വയനാട് ഉൾപ്പെടെ കേരളത്തിൽ പലയിടത്തും കാട്ടാനകൾ ഇറങ്ങി, കടുവകൾ ഇറങ്ങി ആളുകളെ കൊല്ലുമ്പോൾ ഒന്നാം പ്രതി കേന്ദ്ര സർക്കാരും രണ്ടാം പ്രതി കേരള സർക്കാരും. ഇവിടുത്തെ വനം മന്ത്രിയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, സ്വന്തം പാർട്ടിക്ക് വേണ്ടാത്ത ആളാണ്. പിന്നെ കൂടുതലൊന്നും പറഞ്ഞു, ആകപ്പാടെ 4, 3, 7 പേരുള്ളൂ. ആ 7 പേര് 5 പേർക്കും കണ്ടുകൂടാ. അങ്ങനത്തെ ഒരാൾ മന്ത്രിയായിരുന്നു, എന്താ വകുപ്പ് എന്നും പോലും അറിഞ്ഞുകൂടാ. എന്നിട്ടാണ് ഇപ്പൊ ഹിന്ദി പാട്ട് പാടാൻ പോയിട്ടുള്ളത്. കാരണം മലയാളം പാട്ട് തന്നെ മൂപ്പർക്ക് അറിഞ്ഞുകൂടാ, പിന്നെ എങ്ങനെ ഹിന്ദി ആയതുകൊണ്ട് ആർക്കും മനസ്സിലാവില്ല എന്ന് ചോദിച്ച് പാടിയതായി. ഇങ്ങനെ പാട്ട് പാടുന്ന കാലഘട്ടമാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് വനമേഖലയ്ക്ക് പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്കാരും വനത്തിന്റെ അകത്തല്ല താമസിക്കുന്നത്, വനത്തിന്റെ പരിസരത്താണ്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൃഷിയൊക്കെ ആയിട്ട് അവിടെ കൂടിയ ആൾക്കാർ, എനിക്കറിയാം, ഞാൻ വയനാടിന്റെ MP ആയിട്ടിരുന്ന ആളല്ലേ 10-13 വർഷക്കാലം. അപ്പൊ ആ പ്രദേശങ്ങളിലൊക്കെ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാൻ നിവർത്തിയില്ല, രോഗികൾക്ക് ആശുപത്രിയിൽ പോകാൻ ധൈര്യമില്ല. എപ്പോഴാണ് മൃഗങ്ങൾ ചാടി വരിക എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടി ഭാഗത്ത്, ആ ഭാഗത്ത് പോലും കടുവ ഇറങ്ങുന്നത്. പൊഴുതന ഭാഗത്ത്, മറ്റേ വയനാട്ടിലെ പൊഴുതന പഞ്ചായത്ത്, അവിടെ ഇപ്പൊ പുലി ഇറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പുലി ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ് വയനാട്ടിൽ. പിന്നെ മറ്റ് ഫോറസ്റ്റ് ഏരിയയിൽ, ഇപ്പൊ കോതമംഗലത്തിനടുത്ത്, ഇടുക്കി ജില്ലയിൽ, എല്ലാ ജില്ലകളിലുമുള്ള വനപ്രദേശങ്ങളിൽ ഇന്ന് വന്യമൃഗങ്ങളെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ ഇലക്ട്രിക് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം ഒരുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? ഞാൻ ചോദിക്കട്ടെ, നരഭോജിയായൊരു കടുവയെ വെടിവെക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്? ഞങ്ങളോട് കേന്ദ്രമന്ത്രി പറഞ്ഞാണ്, ശ്രീ ഭൂപേഷ് യാദവ് പറഞ്ഞാണ്, നരഭോജിയായിട്ടുള്ള ജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ട്. ആകെ മേനകാ ഗാന്ധിക്ക് മാത്രമേ വിവരമില്ലാത്തുള്ളൂ.
വ്യക്തമായിട്ടുള്ള നിയമമുണ്ട്. പക്ഷെ ഒരു നരഭോജി കടുവയെ വേറെ കടുവ കൊന്നതല്ലാതെ കേരളത്തിലെ വൈൽഡ് ലൈഫ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? എത്ര ദിവസം ഭീതി വരുത്തിക്കൊണ്ടാണ് ആ കടുവ സഞ്ചരിച്ചത്? ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടില്ലേ, ആ പാവം രാധ എന്നുള്ള സ്ത്രീയുടെ തലമുടിയും കമ്മലൊക്കെയാണ് ഈ കടുവയുടെ വയറ്റിലുണ്ടായത്. ഇന്നലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതൊക്കെയാണ് പുറത്തെടുത്തത്. അപ്പൊ ഇങ്ങനെയും ഭീതി വിതയ്ക്കുന്ന ഒരു കടുവയെ പോലും വെടിവെക്കാനുള്ള കഴിവില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റായി കേരളത്തിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാറി. പിന്നെ ഏത് വകുപ്പാണ് മെച്ചെന്ന് ചോദിച്ചാൽ എല്ലാ വകുപ്പും നടക്കുകയല്ല. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇന്നലെ ഈ പാലക്കാട് ജില്ലയിലുണ്ടായത്, വേറെ എവിടേക്കും പോകണ്ടല്ലോ. ഇന്നലെ ഒരു സുധാകരൻ എന്നുള്ള ഒരു വീട്ടുടമസ്ഥയും അദ്ദേഹത്തിന്റെ അമ്മയും വെട്ടിക്കൊന്നാരാ? 6 മാസം മുമ്പ് അയാളുടെ ഭാര്യയെ വെട്ടിക്കൊന്ന വ്യക്തി, ചെന്താമര. ഇയാൾ 6 മാസം മുമ്പാണ് ഈ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയെ കൊന്ന. എന്തിനാ കൊന്നതെന്ന് ചോദിച്ചാൽ ജ്യോത്സ്യം പറഞ്ഞു അത്ര ഈ ചെന്താമരയുടെ ഭാര്യയും മോളൊക്കെ പിണങ്ങിപ്പോയത് അടുത്ത വീട്ടുകാർ കാരണം. ആ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു സ്ത്രീയെ പരസ്യമായി വെട്ടിക്കൊന്ന് കേസെടുത്ത് കോടതിയിലായി. അവസാനം കോടതി ഒരു താൽക്കാലിക ജാമ്യം അനുവദിച്ചു. ആ ജാമ്യാവസ്ഥയിൽ പറയുന്നത് വീടിരിക്കുന്ന പരിസരത്തേക്ക് പോകാൻ പാടില്ല. പക്ഷെ ചെന്താമര ഇതെന്താ, സ്വന്തം വീട്ടിൽ തന്നെ താമസിച്ചു പോയിട്ട് പോലീസ് എന്ത് ചെയ്യായിരുന്നു? അവസാനം ഈ സുധാകരൻ പറയാണ് എന്നെ കൊല്ലെന്ന് ഭീഷണി ഉയർത്തുന്നു. സുധാകരന്റെ മകള് പറഞ്ഞില്ലേ, ഞങ്ങളുടെ അമ്മയെ കൊന്ന ആൾ അച്ഛനെ കൊല്ലുന്നു പറയുന്നു, ഞങ്ങളെ കൊല്ലുന്നു പറയുന്നു, ഞങ്ങളെ സംരക്ഷിക്കണം. പോലീസ് വിളിച്ച് നാട്ടുവർത്താനങ്ങൾ ചോദിച്ചിട്ട് പോയിക്കൊള്ളാം. ഒരു കൊലപാതകി, ജാമ്യത്തിലിറങ്ങിയ ഒരു കൊലപാതകിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത ജാമ്യം റദ്ദാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ച് അവസാനം ഗൃഹനാഥനെയും അദ്ദേഹത്തിന്റെ അമ്മയും, പ്രായം ചെന്ന അമ്മയും വെട്ടിക്കൊല്ലുന്നൊരവസ്ഥയിലെത്തി. ഞാൻ ഒരു കാര്യം തറപ്പിച്ചു പറയാം, ഇന്നലെ നടന്ന ആ കൊലപാതകത്തിന്റെ 1-ാം പ്രതി ആ പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ചാർജ് വഹിക്കുന്ന വ്യക്തിയാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാ ഞാൻ പറയുന്നത്. കാരണം ആ വ്യക്തി ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യം റദ്ദാക്കണം എന്ന് കോടതിയിൽ പറയായിരുന്നില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മുടെ പോലീസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ജില്ലയിൽ നടന്നത്. കഴിഞ്ഞ ആഴ്ച കൂത്താട്ടുകുളത്ത് എന്താണ്ടായി? ഒരു മുനിസിപ്പൽ കൗൺസിലർ CPM-ന്റെ കലാരാജ് എന്താണ്, അവര് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ
അപ്പോൾ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ LDF ഭരണസമിതിക്കെതിരെ UDF ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടു. CPM-കാരിയായിട്ടുള്ള കലാരാജ് ഈ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഒരു കാര്യം തീരുമാനിച്ചു. മുനിസിപ്പൽ യോഗത്തിൽ പങ്കെടുത്തു. വോട്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അവർ മുനിസിപ്പൽ യോഗത്തിൽ പങ്കെടുത്താൽ കോറം തികയും. കോറം തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ വോട്ട് ചെയ്യണമെന്നില്ല. അവിടെ വന്നിട്ടുള്ള മറ്റെല്ലാ അംഗങ്ങളും അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്താൽ പ്രമേയം പാസ്സാവും. മുനിസിപ്പൽ ഭരണസമിതി രാജിവെക്കുക. ഈ കലാരാജ് മുനിസിപ്പൽ ഓഫീസിലേക്ക് കയറാൻ പോകുമ്പോൾ ഗേറ്റിന്റെ മുമ്പിൽ വെച്ച് ഏരിയ സെക്രട്ടറി, അയാൾ വരുന്ന രതീഷാണ്, ഈ സ്ത്രീയെ കടന്നു പിടിക്കുക. പണ്ട് പാഞ്ചാലിയെ ദുശാസനം കടന്നു പിടിച്ചോ, പിടിച്ച് വലിച്ച് കാറിൽ കയറ്റി. പോലീസ് നോക്കിയിരിക്കുക. അപ്പൊ ഇവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നുണ്ട്, കോടതി വിധിയുണ്ട്. അനങ്ങുന്നില്ല പോലീസ്. പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി. കാർ നേരെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ. അവിടെ അവരെ പൂട്ടിയിട്ടു. അപ്പൊ അവിടുത്തെ ചില വീഡിയോ മാർക്സിസ്റ്റ് പാർട്ടി പുറത്തു വിട്ടു. ആ വീഡിയോയിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ അവർ ചോദ്യം ചെയ്യുന്നതിന്റെ ശബ്ദരേഖ അവർ സംസാരിക്കുന്നു. അപ്പോൾ അവരുടെ മക്കൾ എന്ത് പറഞ്ഞു? ഞങ്ങളുടെ അമ്മയെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അവരെ രക്ഷിക്കണം. ഇപ്പൊ അവസാനം വന്നിട്ടുള്ള എന്താ അറിയാം? ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു മക്കൾക്കെതിരായിട്ട് കേസെടുത്തിരിക്കുക. എന്തിന്? സ്വന്തം അമ്മയെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അവരുടെ തലമുടിയിൽ പിടിച്ചു വലിച്ച് ഏരിയ സെക്രട്ടറി. ഇതുപോലെ പൊതുയോഗത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത്. അവിടുത്തെ ജില്ലാ സെക്രട്ടറി മോഹനോടൊപ്പം യോഗത്തിൽ പ്രസംഗിച്ചു. പോലീസിനെ വെല്ലുവിളിച്ചു. എന്നെ തൊടാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അനങ്ങി. പോലീസ് അനങ്ങിയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഗുണ്ടകളെ സംരക്ഷിക്കുക, കൊലയാളികളെ സംരക്ഷിക്കുക, ആ സ്ഥിതിയിലേക്ക് കേരള പോലീസ് എത്തിയെങ്കിൽ അതിന്റെ കാരണം ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ പിടിപ്പുകാരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഏറ്റൊരു സ്ത്രീയെ തലമുടിക്ക് പിടിച്ചു വലിച്ച് പരസ്യമായി കാറിൽ കയറ്റി ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൂട്ടിയിട്ടപ്പോൾ ചെറുവില അനക്കാൻ പോലും പോലീസിന് കഴിഞ്ഞില്ല. എനിക്ക് അത്ഭുതം അതല്ല. UDF ഒക്കെ ഭരിക്കുന്ന കാലത്ത് നമ്മളൊക്കെ ഉപദേശിക്കാൻ കുറെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരൊക്കെ വരാറുണ്ട്. ഇപ്പൊ അവരൊക്കെ എവിടെ പോയി? ക്യാഷ് ലീവ് എടുത്തു പോയി. ഇത് വലിയ ഉപദേശമല്ലേ? അങ്ങനെ ചെയ്താൽ ശരിയല്ല, ഇങ്ങനെ ചെയ്താൽ ശരിയല്ല. ഇപ്പോ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KVC പ്രസിഡന്റ് ആയിരുന്നപ്പോ ശൈല ടീച്ചറെ കോവിഡ് റാണി എന്നൊരു പ്രയോഗം നടത്തിയതിന് എന്തൊരു ബഹളം ഒട്ടഹാസമായിരുന്നു. ഇപ്പോ കണ്ടില്ലേ PPE കിറ്റ് വാങ്ങിച്ച അഴിമതി. 550 രൂപയുടെ കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിയെന്നല്ലേ CAG റിപ്പോർട്ട്. ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. കോവിഡ് റാണി എന്ന് പറഞ്ഞപ്പോ ചന്ദ്രഹാസ് ഇളക്കിയ വിദ്വാന്മാര് ഒറ്റൊന്നും അനങ്ങുന്നില്ലല്ലോ. ഇപ്പൊ പോലീസ് തന്നെ കയറൂരി വിട്ടിരിക്കുന്നു. അവർ ഇന്ന് അധോലോക നായകന്മാരെ സംരക്ഷിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും നമ്മൾ പത്രം വായിക്കുമ്പോൾ കാണുന്ന വാർത്ത എന്താ? 14 വയസ്സുകാരൻ 15 വയസ്സുകാരനെ കുത്തിക്കൊന്നു. 9 വയസ്സുള്ള കുട്ടിയെ 16 വയസ്സുള്ളവർ കൂട്ടബലാത്സംഗം ചെയ്തു. ഇതിന്റെയൊക്കെ കാരണം എന്താ അറിയോ? കഞ്ചാവും മയക്കുമരുന്നും. പല വിദ്യാലയങ്ങളുടെയും മുമ്പിൽ കഞ്ചാവും മയക്കുമരുന്നും പരസ്യമായിട്ട് വിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 140 നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ നേതൃത്വത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ അവലോകന യോഗം ചേരും. ഞാൻ MLA ആയിരിക്കുമ്പോൾ ഇതുപോലെ അവലോകന യോഗം ചേരാൻ വേണ്ടി യോഗം വിളിച്ചു. അപ്പോൾ അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ പലരും വരുന്നില്ല. ഞാനും ഉണ്ട്, ഒരു 4-5 എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. ബാക്കി ആരുമില്ല. ഈ 2 യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി ശരിയാവും. വന്ന് എൻ്റെ പഴയ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ മുഴുവൻ കോർപ്പറേഷനിലകത്ത് 24 വാർഡുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു, നമുക്ക് അടുത്ത യോഗത്തിന് 24 കൗൺസിലർമാരെയും കൂടെ വിളിക്കും. അവർക്ക് ആർക്കും ശമ്പളമൊന്നും കൊടുക്കണ്ടല്ലോ. ഒരു അവലോകന യോഗത്തിന് വിളിച്ചാൽ DA ഇല്ല. അത് അങ്ങനെ അവരും കൂടെ വിളിക്കാം. അവരോട് വിളിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ വാർഡിൽ ഇന്ന് എന്ന സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്.
ചില പിള്ളേരൊക്കെ കൂടെ രാത്രി പരസ്യ മദ്യപാനം നടത്തുന്നു. ഇങ്ങനെ 2 യോഗം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരുമാതിരിയൊക്കെ ശാന്തമായി. പക്ഷെ ഇന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ സംവിധാനം ഇപ്പം ഉണ്ടാക്കി. ഞാൻ പല MLA-മാരോടും ചോദിച്ചു, നിങ്ങളുടെ അവിടെ ഇങ്ങനെ വിളിക്കാണ്ട്? ഞങ്ങളെ ആരും ബന്ധപ്പെടാം. കാരണം എക്സൈസുകാർക്ക് വരുന്ന നേരമില്ല. സർക്കാരിന് വേണ്ടി കമ്മീഷൻ പറ്റുന്ന ജോലിയാണ് പല എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കും. അത് കാരണം എന്താ, മദ്യം മാത്രമല്ല, കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതെല്ലാം കുട്ടികളാണ് വാങ്ങി ഉപയോഗിക്കുന്നത്. പല രക്ഷിതാക്കൾ എന്തിനാ കുട്ടികളെ എല്ലാവരും വിദ്യാലയത്തിലേക്ക് അയക്കുന്നത്? എന്തിനാ? നാളെ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, IT മേഖലയിൽ പോകണം. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പാവം കുട്ടികളെ വിദ്യാലയത്തിലേക്ക് അയക്കുമ്പോൾ അവർ IAS-ഉം IPS ഒന്നും ആയിട്ടല്ല വരുന്നത്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനലിൽ കണ്ടു, ഇത് വലിയ റാക്കറ്റാണത്ര ഈ മദ്യത്തിനും മയക്കുമരുന്നിന്റെ. അതിൽ സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്, ഭാര്യയും ഭർത്താവും ഉണ്ട് എന്ന് പറയുന്നത്. സത്യത്തിൽ ആ വാർത്തയൊക്കെ കണ്ടാൽ പേടിച്ചു പോകും. നമ്മൾ TV ഓഫാക്കാൻ ആ സ്ഥിതിയാണ് കേരളത്തിൽ. ഇതിന് ഒരു നിയന്ത്രണവും ഇവിടെ. എന്താ പറയേണ്ടത്? കാരണഭൂതൻ ക്യാപ്റ്റൻ, ഇയാൾക്ക് എന്താ അവിടെ പണി? കിട്ടുന്ന സമയം കൊണ്ട് 4 കാശുണ്ടാക്കുക. ഇപ്പൊ കണ്ടില്ലേ, പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി യൂണിറ്റ് തുടങ്ങാൻ പോവാ. പ്ലാച്ചിമടയിൽ കൊക്കക്കോള യൂണിറ്റ് വന്നു. കൊക്കക്കോള സോഫ്റ്റ് ഡ്രിങ്ക്. ആ സോഫ്റ്റ് ഡ്രിങ്കിന്റെ ഫാക്ടറി കൊണ്ടുവന്നപ്പോ എല്ലാ പാർട്ടിക്കാരും എതിർത്തു. മറ്റൊന്നുമല്ല, ഇത് ഭൂഗർഭജലം ഊറ്റിയെടുക്കും. അല്ലെങ്കിൽ തന്നെ പാലക്കാട് ജില്ലയുടെ സ്ഥിതി ഞാൻ പറയണ്ടല്ലോ, കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ പ്രയാസമുള്ള പ്രദേശം. ആ കാരണം കൊണ്ട് തന്നെ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്നത് കൊണ്ട് ഈ പ്ലാന്റ് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് MP വീരേന്ദ്രകുമാർ. ഇന്നത്തെ മന്ത്രി കൃഷ്ണൻകുട്ടിയുണ്ട് എന്ന സമരത്തിന്റെ മുൻപന്തിയിൽ. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ബ്രൂവറി യൂണിറ്റ്, കൊക്കക്കോളയുടെ സോഫ്റ്റ് ഡ്രിങ്ക് ആയിരുന്നു. അന്ന് ഒരുപാട് പേർക്ക് പണി കിട്ടുകയായിരുന്നു. പക്ഷെ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്ന ഒറ്റ കാരണം കൊണ്ട് അത് പൂട്ടിച്ച അന്നത്തെ സംവിധാനം. ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനം എന്തിനാ തുടങ്ങുന്നത്? അതും ഭൂഗർഭജലം വേണ്ടേ? അവിടെ ഗോവിന്ദൻ മാഷ് പറയാണ്, മഴ പെയ്താൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും, മഴവെള്ളം മാത്രം മതി അത്ര ബ്രൂവറി യൂണിറ്റ് പ്രവർത്തിക്കാൻ. എത്ര ദശലക്ഷം വെള്ളം വേണം ഒരു ദിവസം? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നു അതാ യൂണിറ്റ് വന്നാൽ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാവുന്നു. കുടിക്കാൻ വെള്ളമില്ലാതെ തൊഴിലില്ലായ്മ പരിഹരിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കുറെ എലികളെ പിടിച്ചിട്ട് എലി വിഷം ഉത്പാദിപ്പിക്കുക, അപ്പോഴും കുറെ ആൾക്കാർക്ക് ജോലി കിട്ടുമല്ലോ. ഇങ്ങനെയുണ്ടോ? ഒരു വിഡ്ഢിത്തരം പറയും. ഇതിലൊക്കെ എത്ര കോടിയാ കമ്മീഷൻ? ഒയാസിസ് എന്ന കമ്പനിയെ കുറിച്ച് എല്ലാവർക്കും അറിഞ്ഞൂടെ? സാക്ഷാൽ അരവിന്ദ് കേജ്രിവാളിനെ പോലും ജയിലിലിട്ട ആ മദ്യവ്യവഹാരത്തിന്റെ ഏറ്റവും പ്രധാന കമ്പനിയാണ് ഒയാസിസ് കമ്പനി. ഉപമുഖ്യമന്ത്രിയായിരുന്ന സിസോദിയെ അകത്തിട്ട കമ്പനി. ആ കമ്പനിയാണ് കേരളത്തിൽ ബ്രൂവറി യൂണിറ്റ് സ്ഥാപിക്കാൻ വന്നിട്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, കേജ്രിവാൾ അല്ല പിണറായി വിജയൻ. കേജ്രിവാൾ BJP-ക്കെതിരാണ്, നരേന്ദ്രമോദിക്കെതിരാണ്, അമിത്ഷായ്ക്കെതിരാണ്. അതുകൊണ്ട് കേജ്രിവാളിനെ പിടിച്ചകത്തിട്ടു. പിണറായിക്ക് അറിയാം, കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിൽ വരാതിരിക്കാൻ കേന്ദ്രം സഹായിക്കുമെന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് ബ്രൂവറി യൂണിറ്റ് ഇവിടെ തുടങ്ങാനുള്ള പദ്ധതിക്ക് ഒയാസിസിന് ക്ലീൻ ചിറ്റ് കൊടുത്തത്. അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് പിണറായിക്കും കുടുംബത്തിനും കിട്ടാൻ പോകുന്നത്. രാജേഷിനെ ഞാനൊന്നും പറയുന്നില്ല, കാരണം രാജേഷിനെ തൊട്ടുകൂട്ടാനേ പറ്റൂ. സമൃദ്ധമായിട്ട് പിണറായി വിജയൻ ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ടടുത്തിരുന്നിട്ട് 1-2 കഷ്ണം ചിക്കൻ പിണറായി കഴിക്കുമ്പോൾ ചാറ് നക്കാൻ കൊടുക്കും MP രാജേഷ്. അങ്ങനെ ചാറ് നക്കുന്ന MP രാജേഷ് പറഞ്ഞൊന്നും ഞങ്ങൾ അതിന് വില കൊടുക്കുന്നില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാനും നിങ്ങളും ജീവനോടിരിക്കുന്നിടത്തോളം കാലം ഞാൻ തറപ്പിച്ച് പറഞ്ഞ യൂണിറ്റ് പാലക്കാട് വരില്ല, എലപ്പുള്ളിൽ വരില്ല. എന്ത് വില കൊടുത്തും ജനങ്ങൾ തടയും. ആ ജനമുന്നേറ്റത്തിൽ പിണറായി വിജയൻ ഭസ്മമായി പോകുന്നു മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നു. ഒരു കാരണവശാലും ഇതിവിടെ നടക്കില്ല. അങ്ങനെ ജനങ്ങളെ മുഴുവൻ മദ്യത്തിൽ അങ്ങോട്ട് ആറാട്ടി എന്നെ പിന്നെ ആരും ഒന്നും ചോദിക്കില്ലല്ലോ.
ജനത്തിനെ വൃത്തിയില്ലാത്തവരാക്കാനാണോ പ്രവൃത്തി? ഈ കഴിഞ്ഞ 9 വർഷം ഇങ്ങനെ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയൊരു സർക്കാർ ഉണ്ടായി. ക്ഷേമ പെൻഷൻ എത്ര കാലം കഴിഞ്ഞിട്ടാ ഒരു 2 കോടി രൂപ കൊടുത്ത്? അത് മോഡിയുടെ ചില ബുദ്ധിയാണ് പിണറായിക്കുള്ള. എന്താ അറിയോ, മോഡി കണ്ടിട്ടില്ല, ഡീസലിനും പെട്രോളിനും വില കൂട്ടിക്കൊണ്ടിരിക്കും. ഇലക്ഷന്റെ തലേന്ന് 2 രൂപ കുറയ്ക്കും. അപ്പോ 20 രൂപ കൂട്ടിയിട്ട് 5 രൂപ കുറച്ചാൽ 15 രൂപ കീശയിൽ പോവല്ലോ. അതിനെ പിണറായി ചെയ്യുന്ന ക്ഷേമ പെൻഷൻ അവസാന ഇലക്ഷന്റെ ഒരു 2-3 മാസം കൊടുക്കുക. ഇപ്പൊ 2 ഗഡു കൊടുക്കാൻ കാരണം എന്താ? പാലക്കാട് ബൈ ഇലക്ഷൻ ആണ് നോക്കുന്നത്. ഇനി നിലമ്പൂര് വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതും കൊടുക്കില്ല, ഇലക്ഷന്റെ തലേന്നേ കൊടുക്കൂ. കഴിഞ്ഞ ഇലക്ഷന് ഓർമ്മയുണ്ടല്ലോ, അവസാനം കിറ്റായിട്ട് വന്ന് ഒന്നും ചെയ്തില്ല 5 കൊല്ലം. ഇലക്ഷൻ സമയത്ത് കോവിഡാണ്, ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ ധൈര്യമില്ല, ഒരു പൊതുയോഗം നടത്താൻ കഴിയില്ല. ആ തെരഞ്ഞെടുപ്പിലാണ് ഒരു കിറ്റുമായിട്ട് ആദ്യത്തെ വരവ്. കിറ്റിന്റെ കാശുണ്ടാക്കിയത് എങ്ങനെയാ? കോവിഡിന്റെ പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെ ഒക്കെ ശമ്പളം പിടിച്ചു വെച്ച് ഞങ്ങളൊക്കെ വിചാരിച്ചു കോവിഡ് അല്ലേ, ഞങ്ങളൊക്കെ കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക്. ആ പണമെടുത്ത് ഇലക്ഷന്റെ തലേന്ന് കിറ്റ് വാങ്ങി എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് പറഞ്ഞെന്താ അറിയും? ഉദ്യോഗസ്ഥന്മാരല്ല പോകുന്നേ, സഖാക്കളാ പോകുന്നേ. ഇത് വിജയേട്ടൻ തന്നത്, ഇത് പിണറായി സഖാവ് തന്നത്. അങ്ങനെയാണ് ഫിറോസ് ഉൾപ്പെടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തോൽക്കാനുള്ള പ്രധാന കാരണം ഈ തലേ ദിവസത്തെ കിറ്റ് പ്രയോഗം ഒരു ഭാഗം. രണ്ടാമത് അതുവരെയുള്ള എല്ലാ പെൻഷനും കൊടുക്കും തലേന്ന്. അപ്പൊ നമുക്കൊരു സ്വാഭാവികമായിട്ട് ഏർപ്പാടുണ്ടല്ലോ, എല്ലാ ദുഃഖങ്ങളും അവസാനത്തെ കുറച്ച് കാശ് കിട്ടിയാൽ മറക്കുമല്ലോ. അപ്പൊ പിന്നെ സ്വപ്നയെ കുറിച്ചിട്ടും ആലോചിച്ചില്ല, സ്വർണത്തിനെ പറ്റിയിട്ടും ആലോചിച്ചില്ല, നേരെ ചെന്നു കുത്തി കൊടുത്തു. ഇപ്പൊ തിരിച്ചു കുത്തിക്കൊണ്ടിരിക്കുക. പണ്ട് വാരിക്കുഴി പോലെ, പണ്ട് കാട്ടാനെ പിടിച്ചിരുന്ന അങ്ങനെയാണല്ലോ വാരിക്കുഴി. ഒരു കുഴി കുഴിച്ച് അതിന്റെ മേലെ മരച്ചില്ലയും കമ്പൊക്കെ ഇട്ട് ആന അറിയില്ല, ആന ഒരു നേരെ കുഴിയിൽ വിടും. അതുപോലത്തെ കുഴികളാണ് ഇലക്ഷൻ സമയത്ത് ഒരുക്കുക. പക്ഷേ ഇനി ആ കിറ്റ് പ്രയോഗം കേരളത്തിൽ ചെലവാവില്ല എന്ന് മാത്രമേ പിണറായിയോട് പറയാനുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭയിൽ 19 തോറ്റല്ലോ സഖാക്കൾ. അതൊക്കെ കണ്ണുകൊള്ളാതിരിക്കാൻ രാധാകൃഷ്ണൻ മാത്രം ജയിച്ചു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, BJPയെ പറ്റി കുറ്റം പറയാൻ എന്തർഹതയാണ് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക്? എങ്ങനെ പിണറായി കേസിൽ നിന്ന് രക്ഷപ്പെടുന്നു? എന്തുകൊണ്ട് കേജ്രിവാളിനെ അകത്താക്കിയ, മറ്റു പല മന്ത്രിമാരെ അകത്താക്കിയ ED എന്താണ് പിണറായിന്റെ വീട്ടിൽ മാത്രം കയറാത്ത? എന്താ സെക്രട്ടേറിയറ്റിൽ മാത്രം കയറാത്ത? അതിനാണല്ലോ ഒരാളെ ലോക്സഭയിലേക്ക് അയച്ചു കൊടുത്തത്, സുരേഷ് ഗോപിനെ, തൃശ്ശൂർ. ഇവിടെ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. 2023 മെയ് മാസത്തിൽ, കുറെയൊക്കെ സന്ദീപ് അറിയാം അതിന്റെ ഉള്ളുകളി, അധികം കൂടുതൽ കാര്യം വിശദീകരിക്കും. 2023 മെയ് മാസത്തിൽ ദത്താത്രേയ ഒസവോളയും ADGP അജിത് കുമാറും തമ്മിലുള്ള സംഭാഷണം എന്തായിരുന്നു? അപ്പൊ ചിലർ ചോദിക്കുന്നത്, തൃശ്ശൂർ പൂരം 2023 നടന്നല്ലോ, പിന്നെ 2023 എന്തിനാണ് 2024 പൂരം കലക്കാൻ എന്തിനാണ് 2023 ചർച്ച എന്നാണല്ലോ ചോദിക്കുന്നത്. ഇത് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. എന്തായിരുന്നു 2023 മെയ് മാസത്തിലെ ചർച്ച? എന്താ? പൂരം കലക്കാനല്ല ചർച്ച. ഒസവോള പറഞ്ഞു ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു MP കിട്ടും. തൃശ്ശൂര്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ 3 കിട്ടിയ സന്തോഷം, ഒന്നെങ്കിലും കിട്ടിയേ മതിയാവും. അതാണ് പിന്നീട് EP ജയരാജനിലൂടെ ചില സത്യങ്ങൾ പിന്നെ പുറത്തു വന്ന, അപ്പോഴാണ് ശരിക്കുള്ള സത്യം പുറത്തു വരുന്നത്. ഒസവോള പറഞ്ഞത് 3 ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം, ഒരെണ്ണെങ്കിലും കിട്ടണം നിർബന്ധമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിണറായിക്കെതിരായിട്ടുള്ള എല്ലാ കേസും ഞങ്ങൾ പിൻവലിക്കാന്ന് മാത്രമല്ല, വീണ്ടും അദ്ദേഹത്തിന് അധികാരത്തിൽ വരാൻ ഞങ്ങൾ സഹായിക്കാം. കാരണം ഞങ്ങൾക്ക് 5 കൊല്ലം കൊണ്ടൊന്നും കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയും. പക്ഷെ ഞങ്ങൾക്ക് കുറെ സീറ്റ് വേണം, നിങ്ങളെ തന്നെ ഭരിക്കാൻ ഞങ്ങൾ സഹായിക്കാം. അതായിരുന്നു ചർച്ച. ആ ചർച്ചയ്ക്ക് ശേഷമാണ് പല ഓപ്പറേഷനുകളും തുടങ്ങിയത്. കഷ്ടകാലത്തിന് തൃശ്ശൂർ പൂരം 2024 ഏപ്രിലായി പോയി. നേരെ മറിച്ച് അപ്പോഴേക്കും 2024 ഫെബ്രുവരി ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു.
നേരെ മറിച്ച് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു അവസാനം വന്നിരുന്നെങ്കിൽ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചു. പൊങ്കാല കലക്കി രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കുകയും. പക്ഷേ പൊങ്കാല കഴിഞ്ഞു പോയി. തൃശൂർ പൂരം നടന്നത് ഏപ്രിൽ 19 ആ 19 ഇന്ത്യയിൽ കേരളത്തിലെ തമിഴ്നാടിലും ആന്ധ്രയിലൊക്കെ ഇലക്ഷൻ നടന്ന് 19 ആയിരുന്നു. പക്ഷെ തൃശൂർ പൂരം ഉള്ളത് കൊണ്ട് അത് ഏപ്രിൽ 26 ഇലക്ഷൻ മാറ്റി 19 പൂരം കലക്കി. ആ കലക്കിയപ്പോൾ പലരും ഞാനും സാക്ഷിയാണ്. ഞാനും ഉണ്ട്, LDFന്റെ സുനിൽകുമാറും സാക്ഷിയാ. പൂരത്തിന്റെ അന്ന് രാവിലെ മുതൽ ഞങ്ങൾ രണ്ടുപേരും പൂരപ്പറമ്പിലുണ്ട്. പക്ഷെ അവിടെ ഒന്നും മഷിയിട്ട് നോക്കിയിട്ട് BJP സ്ഥാനാർത്ഥിയെ കണ്ടിരുന്നില്ല. കാലത്ത് മുതൽ കമ്മീഷൻ പൂരം കലക്കാൻ നോക്കി, നടന്നില്ല. പക്ഷെ അവസാനം പുലർച്ചെ 3 മണിക്കാണ് വളരെ വിദഗ്ധമായി പൂരം കലക്കിയത്. ആ കലക്കുന്ന നേരത്ത് അഡീഷണൽ DGP അജിത് കുമാർ തൃശ്ശൂരുണ്ട്, പോലീസ് ക്ലബിലുണ്ട്. ആ സമയത്ത് അജിത് കുമാറിനെ പലരും ബന്ധപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. ഏപ്രിൽ 20 മുതൽക്കുള്ള പ്രചരണം എന്താ അറിയോ? ഒരു പൂരം പോലും നടത്താൻ ഹിന്ദുക്കൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഹിന്ദുക്കളുടെ വികാരം ഉണർത്തണം, മോഡി അതിന് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നേ തീരൂ എന്നുള്ള പ്രചരണം നടത്തി. ഹിന്ദു വോട്ട് മാത്രമല്ല മറ്റ് ചില സമുദായ വോട്ടുകളും സ്വാധീനിച്ച് ഒരു BJP-കാരനെ ഡൽഹിക്ക് അയച്ചു. ഞാൻ ചോദിക്കട്ടെ, അതിൽ 1-ാം പ്രതി പിണറായി വിജയൻ. ഇവിടുന്ന് ഒരു MP ലോക്സഭയിലേക്ക് പോയതിന്റെ ഉത്തരവാദി പിണറായി വിജയനല്ലേ? ഞാനിപ്പോഴും ഓർക്കുന്നത് ശിവ രാജഗോപാൽ വിജയിച്ചപ്പോ, അന്ന് ഞാൻ നിയമസഭയിലുണ്ട് 2016. രാജഗോപാലിനെ ചൂണ്ടിക്കാണിച്ച് പിണറായി ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, ഈ മനുഷ്യനെങ്ങനെ ഇവിടെ കയറി വന്നു, നിങ്ങൾ കാരണല്ലേ? കഷ്ടകാലത്തിന് അന്ന് നമ്മുടെ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്കാണ് നമ്മൾ ആ സീറ്റ് കൊടുത്തത്. ആ നിർത്തിയ സ്ഥാനാർത്ഥിയാണെങ്കിൽ തലേന്ന് UDF-ലേക്ക് വന്നിട്ടേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും UDF-ന് കിട്ടേണ്ട കുറെ വോട്ട് പോയി. അങ്ങനെയാണ് അവിടെ BJP ജയിക്കുന്നത്. അതിന് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞു, UDF-നെ കുറ്റം പറഞ്ഞു. അതുകൊണ്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു ഞാനതിൽ MP ആണ്, ഞാൻ മത്സരിച്ചോളാം. ഏതായാലും അതിനു മുമ്പ് 13,000 വോട്ട് കിട്ടിയ സ്ഥാനത്ത് 37,000 വോട്ട് എനിക്ക് കിട്ടി. BJP തോറ്റു, LDF ജയിച്ചു. ഇപ്പൊ ലോകസഭയിലേക്ക് കോൺഗ്രസ് ജയിച്ചപ്പോ, UDF ജയിച്ചപ്പോ ഇപ്പൊ പിണറായി വിജയനും ഗോവിന്ദ മാഷും പറയുന്നത് എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും വോട്ട് കൊണ്ട് UDF ജയിച്ചു എന്നാണ് ഇപ്പൊ പറയുന്നത്. പ്രിയങ്ക ഗാന്ധി ജയിച്ചു, അങ്ങനെയാണെന്ന്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നത്, ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ച 2024 പൊതു തെരഞ്ഞെടുപ്പ് അന്ന് ആനി രാജയ്ക്ക് കിട്ടിയ വോട്ടിന്റെ 71,000 വോട്ട് ഇത്തവണ എന്തുകൊണ്ട് മലയാളിയായ കേരളീയനായ സത്യൻ മോഹേരിക്ക് കിട്ടിയില്ല? ആരാ ഉത്തരവാദി? ഞങ്ങളാണോ? പോളിംഗ് ശതമാനം 64% ആയപ്പോഴും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കൂടി. രാഹുൽ ഗാന്ധിക്ക് 3.75 ആയിരുന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടി. പക്ഷേ LDF-ന്റെ വോട്ടല്ലേ കുറഞ്ഞ 71,000 വോട്ട്. BJP-ക്ക് ആകെ 30,000 വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ, ഒരു കോർപ്പറേഷൻ കൗൺസിലർ നിർത്തിയിട്ട് പോലും. അപ്പൊ 71,000 വോട്ട് എങ്ങനെയാ കുറഞ്ഞ്? എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ SDPയുടെ വോട്ടെന്ന്? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ LDF-ന്റെ കൺവീനർ ഉണ്ടല്ലോ TP രാമകൃഷ്ണൻ, അയാൾ എങ്ങനെയാ ജയിച്ചതെന്ന് പേരാമ്പ്രയിൽ. അന്ന് എല്ലായിടത്തും മാർക്സിസ്റ്റുകാരും ചുമരെഴുതി. എന്താ ചുമരെഴുതി അറിയോ? കേരളം മുഴുവൻ ഇടത്തോട്ട്, എന്നാൽ പേരാമ്പ്ര വലത്തോട്ട്. രാമകൃഷ്ണനെതിരായി മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം പ്രചരണത്തിന് വന്നു, രംഗത്ത് വന്നു. ആ നേരത്താണ് TP രാമകൃഷ്ണൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് ആ വോട്ട് കൊണ്ടാണ് TP രാമകൃഷ്ണൻ 2016 ജയിച്ചു വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച നേമത്ത് SDPക്കാരൻ ആർക്കാ വോട്ട് ചെയ്ത്? ശിവൻകുട്ടിക്കല്ലേ? അവർ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ മുമ്പ്, കാരണം ഇലക്ഷൻ കഴിഞ്ഞ് 1 മാസത്തെ ഗ്യാപ്പ് വന്നല്ലോ റിസൾട്ട് വരാൻ. ആ സമയത്ത് തന്നെ SDPക്കാരൻ പറഞ്ഞു നേമത്ത് ഞങ്ങൾ വോട്ട് ചെയ്തത് ശിവൻകുട്ടിക്കാണ്. ആ ശിവൻകുട്ടിയല്ലേ ഇപ്പൊ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി.
അപ്പൊ കേരളത്തിൽ ഇന്ന് നടക്കുന്നത് BJPയുമായി ഒത്തുപോകുന്ന, ഒരുമിച്ച് പോകുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് ശ്രീ പിണറായി വിജയന്റെ ഭരണകൂടം. അതുകൊണ്ട് കേന്ദ്രം പോലെ തന്നെ അപകടമാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയൻ. അതുകൊണ്ടാണല്ലോ സമ്മേളനങ്ങളിലൊക്കെ വിമർശനം. ആരാ വിമർശിക്കുന്നത്? ഈ സർക്കാരിന് UDF ആണോ കോൺഗ്രസ് ആണോ? കാരണം സമ്മേളനങ്ങളിൽ, പാർട്ടിയുടെ സമ്മേളനമല്ലേ, ഏരിയ സമ്മേളനം കഴിഞ്ഞു, ജില്ലാ സമ്മേളനം നടക്കുകയാണ്. ഇന്നലെ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ പറഞ്ഞെന്താ? കൂത്താട്ടുകുള സംഭവം മോശമായി പോയി, പാർട്ടിയുടെ സൽപ്പേരിന് കോട്ടം തട്ടിയതല്ലേ പറഞ്ഞു. ഓരോ ജില്ലാ സമ്മേളനങ്ങളിലും നേതൃത്വത്തിനെതിരെ വിമർശനം ഉണ്ടാകുമ്പോഴും തെറ്റ് തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. എന്നിട്ട് കോൺഗ്രസിന് സോഫ്റ്റ് ഹിന്ദുത്വമാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിപ്പോ പൂർണ്ണമായിട്ടും RSSന്റെ കാഴ്ചപ്പാടോടുകൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ബംഗാളിലും ത്രിപുരയിലും നിങ്ങൾക്കുണ്ടായ സർവനാശം, അതിലേക്കാണ് കേരളത്തിലും നിങ്ങൾ പാർട്ടിയെ നയിക്കുന്നത്. മിസ്റ്റർ പിണറായി, ഒരു സംശയവും വേണ്ട. ഈ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നാമാവിശേഷമായാൽ അത് ഞങ്ങൾക്കാർക്കും പങ്കില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഒരു BJPക്കാരനെ ഡൽഹിക്ക് അയച്ച സഖാവ് പിണറായി വിജയനായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇലക്ഷൻ വരുമ്പോ ചിഹ്നം പുറത്തെടുക്കാൻ ധൈര്യമില്ല. എന്തായിരുന്നു പാലക്കാട്? നിങ്ങൾ എത്ര കാലമായിട്ട് നിങ്ങളുടെ പാർട്ടി ചിഹ്നത്തിൽ മുൻകാലങ്ങളിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികളവിടെ ജയിച്ചിട്ടില്ലേ? ആ പാലക്കാട് എന്തുകൊണ്ടാണ് ടെലസ്കോപ്പായി പോയത്? തിരുവനന്തപുരത്ത് കുറെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് പാലക്കാടേക്ക് പ്രചരണത്തിന് പോകും. എറണാകുളത്ത് എത്തിയപ്പോഴാണ് ചിഹ്നം അനുവദിക്കുന്നത്. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ചിഹ്നം ടെലസ്കോപ്പാണെന്ന് പറഞ്ഞു. ഉടനെ വന്ന കുറെ ആൾക്കാർ പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെന്നാ ചേലക്കരയിലേക്ക് പോവാ. കാരണം അവിടെ നമ്മുടെ ചിഹ്നം ഉണ്ടല്ലോ, ഈ ചിഹ്നം പറയാൻ പറ്റാത്തൊരു കുണ്ട. അതുകൊണ്ട് നമുക്ക് പാലക്കാട്ടേക്ക് പോകണ്ട, ചേലക്കരയിലേക്ക് പോകാം. അപ്പൊ എന്തുകൊണ്ട് ആ ചിഹ്നം സ്വീകരിക്കേണ്ടി വന്നു? എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ, അതില് കൃഷ്ണദാസ്, NN കൃഷ്ണദാസ് ബുദ്ധിമാനാണ്. അത് ഒരു കാര്യം തീരുമാനിച്ചു, എനിക്ക് കിട്ടാത്ത വോട്ടൊന്നും ശരിന് കിട്ടണ്ട എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന്റെ കുറെ സംഭാവനകളുണ്ട്. അതൊക്കെ നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ഈ സന്ദർഭം. അതുകൊണ്ടാണല്ലോ പാർട്ടി അദ്ദേഹത്തിനെ ശാസിച്ചത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഇനി BJP വിചാരിച്ചാലും കേരളത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കൂടി 3800 വോട്ടിന് ഷാഫി ജയിച്ച സ്ഥാനത്ത് 18,000-ൽ പരം വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് BJP മാർക്സിസ്റ്റ് അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള വികാരം തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഇലക്ഷൻ കാലത്ത് പത്തനംതിട്ടയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വെബ്സൈറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യണമെന്ന് മാർക്സിസ്റ്റുകാരെ പറയാൻ കാരണം എന്താ? നവീൻ ബാബുവിനെ കൊന്നത് വിഷയം. കാരണം ഒരു കുടുംബം മുഴുവൻ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കുടുംബം, നവീൻ ബാബു, അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എല്ലാരും CPMകാരാ. ആ നവീൻ ബാബുവിനെ അപമാനിച്ച് കൊലപ്പെടുത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ദിവ്യയുടെ കൂടെ നിന്നു? ആ ദേഷ്യമാണ് പത്തനംതിട്ടയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വെബ്സൈറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മാർക്സിസ്റ്റുകാർ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്ത്. ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം, നവീൻ ബാബുവിന്റെ മരണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഒരൊറ്റ സീറ്റ് പോലും ഇടതുപക്ഷം ജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് UDF ആഹ്വാനം ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സമരത്തിൽ ആദ്യമായി നവീൻ ബാബുവിന്റെ ഭാര്യ സ്വന്തം സർക്കാരിനെതിരെ വോട്ട് ചെയ്ത് കൊണ്ടുവന്ന സർക്കാർ സ്വന്തം ഭർത്താവിനെ കൊന്നപ്പോ ശക്തമായിട്ട് ആ സ്ത്രീ പ്രതികരിച്ചു. ഇതുപോലത്തെ പ്രതികരണങ്ങൾ ഇലക്ഷൻ കാലത്ത് ഉണ്ടാവും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വയനാട്ടിലെ ഞങ്ങളുടെ ഒരു ട്രഷറർ ആത്മഹത്യ ചെയ്തപ്പോ എന്തൊരു സങ്കടമായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല, അതാരാണെങ്കിലും ഞങ്ങൾ സംരക്ഷിക്കില്ല. പക്ഷേ ആ കുടുംബം കോൺഗ്രസ് കുടുംബമായതുകൊണ്ട് ആ എല്ലാ കടബാധ്യതകളും ഏറ്റെടുത്ത് ആ കുടുംബത്തിനോടൊപ്പം കോൺഗ്രസ് നിന്നു. എന്നാൽ നവീൻ ബാബു മരണപ്പെട്ടപ്പോ
കൊലയ്ക്ക് കാരണക്കാരായവരുടെ കൂടെ മാർക്സിസ്റ്റ് പാർട്ടി നിന്നു. അതാണ് നിങ്ങളും ഞങ്ങളുമായിട്ടുള്ള വ്യത്യാസം. ഇന്ന് പ്രിയങ്ക ഗാന്ധി അവിടെ പോയല്ലോ, സ്ഥല MP ആയ പ്രിയങ്ക ഗാന്ധി അവിടെ പോയല്ലോ അവരെ കണ്ണീരൊപ്പാൻ. അതാണ് കോൺഗ്രസിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഒരു കുടുംബം അനാഥമായി പോയാൽ ഒരിക്കലും പാർട്ടി അവരെ വഴിയാധാരാക്കില്ല, പാർട്ടി അവരോട് കൂടെ നിൽക്കും. അതാണ് വയനാട്ടിൽ കണ്ടതെങ്കിൽ സ്വന്തം സഖാവ് മരണപ്പെട്ടിട്ട് അതിന് കാരണക്കാരായ സംരക്ഷിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം, ആ നയമാണ് ആ പാർട്ടിയെ കുളം തോണ്ടാൻ പോകുന്നത് മാത്രമേ ഞാൻ പറയുന്നു. അതുകൊണ്ട് ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഭരണമാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തുള്ളത്. ആ കാരണം കൊണ്ട് തന്നെ ഇനിയും പല പാർട്ടികളിലും കൊഴിഞ്ഞു പോക്കുണ്ടാകും. ഏതായാലും BJPക്കാരുടെ ഒരു കാര്യമേ പറയാനുള്ളൂ, ആ കൃഷ്ണകുമാറിനെ നിങ്ങൾ പാർട്ടിയിൽ തന്നെ സംരക്ഷിച്ച് നിർത്തണം. കാരണം അദ്ദേഹമാണ് കോൺഗ്രസിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. അതിലുള്ള ഒരുമാതിരി BJPക്കാരെയൊക്കെ കക്ഷി ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊരു ഗുണം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കൃഷ്ണകുമാറിനോട് കുറച്ചൊരു സ്നേഹം തോന്നുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാത്തിലും മത്സരിക്കണം എന്നുള്ള ആഗ്രഹം. അതാണല്ലോ പാലക്കാട്ടെ ചെയർപേഴ്സൺ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ചീത്ത വിളിക്കാൻ വന്ന കൃഷ്ണകുമാർ. പാലക്കാട്ടെ ചെയർപേഴ്സൺ പറഞ്ഞ് ഞാൻ പറഞ്ഞു വന്നല്ലേ, ഞാൻ പറഞ്ഞു ഇയാൾക്ക് അസംബ്ലി പാർലമെന്റ് മാത്രമല്ല മിൽക്ക് സൊസൈറ്റിയിൽ ഇയാൾക്ക് സ്ഥാനാർത്ഥിയാവണം, ഇങ്ങനെ ഒരു ജന്മം ഉണ്ടോ എന്ന് ചോദിച്ചു. അത് തന്നെയാണ് അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള പറഞ്ഞത്. എന്താ, ഞങ്ങളെ കൃഷ്ണകുമാർ ഏട്ടന് വേണ്ടി വോട്ട് ചോദിക്കാൻ ഞങ്ങൾ നാട്ടുകാർ ചോദിക്കുക, വേറെ ആരും നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാക്കാൻ, ഇയാൾക്ക് കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ നിങ്ങൾ വോട്ട് ചോദിച്ചു അതെ പാർലമെന്റ് ഇലക്ഷനിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഇനിയും ഒരുപാട് പേർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും. അതിൽ ഞങ്ങളെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ ഭാവിയെക്കുറിച്ച് സുരേന്ദ്രന് ഒട്ടും ആശങ്ക വേണ്ട. ഏതാണ്ട് സുരേന്ദ്രൻ പറഞ്ഞ എന്തോ ഒരു പ്രയോഗം ഉണ്ടല്ലോ, എന്താണ് എന്താ ഇന്നലെ മറ്റേ സന്ദീപ് വാര്യരെ കുറിച്ചൊന്നും പറഞ്ഞല്ലോ, എന്താണ് ബാലപുരത്തിലെ അതെ ബാലമരത്തിലെ ചെകുത്താനെ പോലെ. ഇങ്ങനത്തെ ഒരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. മലബാറിലെ ജോലി എന്നാ പറഞ്ഞത്, ഫിറോസ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കാരണം ഞാനും മലബാറിൽ നിന്ന് 4 തവണ ജയിച്ച ആളാണല്ലോ, കോഴിക്കോടായിരുന്നല്ലോ ഞാനും. അതുകൊണ്ട് ഇങ്ങനൊരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞാൽ സുരേന്ദ്രൻ അനുഭവം തന്നെയായിരിക്കും. കാരണം സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റിന്റെ പോസ്റ്റ് തെറിക്കുമ്പോൾ ഏതാണ്ട് ബാലമരത്തിലെ ചെറുത്താൻ്റെ പോലെ തന്നെയാവും സുരേന്ദ്രൻ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ ഭാവിയെക്കുറിച്ച് സഖാക്കളും BJPക്കാരും ആശങ്കപ്പെടേണ്ട. അതൊക്കെ കോൺഗ്രസിന്റെ ശക്തമായ കരങ്ങളിൽ തന്നെയാണ് സന്ദീപ് വാര്യർ എത്തിയിട്ടുള്ളത്. UDFന്റെ കരങ്ങളിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെയും UDFന്റെയും അഭിമാനമായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടെ ഈ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതിന് അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് നേതാക്കന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് സിദ്ദീഖ് സാഹിബ് ഉൾപ്പെടെയുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മോട്